നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മധുക്കുട്ടിക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി ദോശ. രാവിലെ നല്ല മഞ്ഞ കേട്ടോ. അപ്പം ചായയും ഏകദേശമായി. ഇനിയിപ്പോൾ ഈ മഹദിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ മതി. അപ്പം അന്ന് എക്സാം ആയതുകൊണ്ട് നല്ല ഉറക്കമാണ് കക്ഷി. രാവിലെ രണ്ടുപേരും എഴുന്നേറ്റ് വന്ന ഭാഗം കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചായ ഞാൻ കൊടുക്കും രണ്ടുപേർക്കും. അപ്പം മേതക്കുട്ടിയും കുടിക്കുന്നുണ്ട്, ചേച്ചിയും കുടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നെക്കാളും ഉത്തരവാദിത്തം കേട്ടോ മേതക്കുട്ടിക്ക്. രാവിലെ മഹദിയുടെ ഷോക്സൊക്കെ ഇട്ട് കൊടുക്കുമോ രാവിലെ. അതെങ്ങനെ ഇടുന്നതെന്ന് പോലും അറിയത്തില്ല. എന്നാലും അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ പോയി ഷോക്സൊക്കെ ഇട്ട് കൊടുത്ത് ചേച്ചിയെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പാണ്. മഹദിക്കുട്ടി റെഡിയായി. അവളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം അമ്മ ഇനി വെച്ചിട്ടുണ്ടോ സംശയം. രണ്ടും കൂടെ ഭയങ്കര സ്നേഹത്തോടൊക്കെ കയറി പോകുന്നത്. എന്തോ ആവുമോ നിർത്തില്ല കേട്ടോ. ഒന്നും നല്ല വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് തെറ്റിലൊക്കെ കുറഞ്ഞു. അപ്പം ചിലപ്പോൾ അവൾ നോക്കും എന്നെ തിരിഞ്ഞ് ഞാൻ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടേ. സ്റ്റോപ്പ് ചെയ്തു. മധുക്കുട്ടി പാടി പാടി കൊച്ചു പൂമ്പാറ്റ വന്നല്ലോ. മധുക്കുട്ടി ഉണ്ടോ? റോഡിൽ അട്ട പോയാൽ പോലും വെറുതെ വിടത്തില്ല അവള്. ഉറുമ്പ് അട്ട റോഡിലൊന്നും ഇല്ല അട്ട. എന്നാലും അവൾക്കെല്ലാം അട്ടയാ. അവളെ അടിക്കുക. മഹദിക്കുട്ടി സ്കൂളിലേക്ക് പോവാം. ഇനി മഹദിക്കുട്ടിക്കല്ല പ്രശ്നം, ഇനി മേതക്കുട്ടിക്കാണ് പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും മഹദിക്കുട്ടി പോകുന്നതിന്. ശരിക്കും ചേച്ചി പോകുന്നതിന് സങ്കടമാണോ സന്തോഷമാണോ? ബസ് വന്നു വാ. ഇന്ന് ഞങ്ങളുടെ ക്ലീനിങ് പറഞ്ഞാൽ താഴ്വശം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇനി വാരിക്കളയണം. കാരണം മഴ കാരണം ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്ര ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയില്ല. പക്ഷേ ഇന്ന് തൊട്ട് ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി വെയിലുണ്ട്, അപ്പം ഇന്ന് ചെയ്യാമെന്ന് വെച്ചു. ചേച്ചിക്ക് പണിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. മേതക്കുട്ടിയാണ് ചേച്ചിയോട് എല്ലാ കാര്യം ചെയ്യാൻ പറയുന്നത്. അവിടെയൊക്കെ പോയി ചെയ്യാൻ. ചേച്ചിയെ കൊണ്ട് അവിടെ എല്ലാം പണിയിപ്പിക്കുക, അവിടെ എല്ലാം ചെയ്യാൻ ചേച്ചിയോട് നമ്മൾ ആജ്ഞാപിക്കുക. എവിടെ? അത് അവിടെ ഒരു താറാവും ആണ്, ഒരു സൈസ് പക്ഷിയാണ് കേട്ടോ കുളിക്കുക. അപ്പം മേതക്കുട്ടി അത് കണ്ട കാട്ടുകോഴിയുണ്ട് കേട്ടോ. മേതക്കുട്ടി അത് കണ്ടിട്ടാണ് ഈ കിടന്ന. പക്ഷെ അത്രയും നേരം എടുക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് നീങ്ങി. കാക്കയില്ലടാ താറാവ്. അവൾ കാക്കയെ തുറക്കുന്നത്. ഇത് ഞാൻ സൂം ചെയ്ത നിങ്ങളെടുത്ത് കാണിച്ചിരുന്ന. എന്തോ അവിടെ കുളിക്കുന്നുണ്ട്. എന്തോ അവിടെ താറാവ്. ഈ പെണ്ണെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കര ഔത്തായി കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കാനും. എൻ്റെ പൊന്നെ, ആ തോട് അമ്മയ്ക്ക് ക്ലീൻ പറ്റില്ല മോനെ. മേതക്കുട്ടി പറഞ്ഞ തോടിലെല്ലാം അട്ടയാന്ന്. അപ്പം എനിക്ക് മണർകാട് പള്ളിയിൽ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട്. തൊട്ട് വീട്ടിലെ അപ്പൂപ്പനെ തന്നു കേട്ടോ. അപ്പം പിള്ളേർക്കും എനിക്കും അവരിങ്ങോട്ട് കൊടുത്തയച്ചാണ്. അപ്പോൾ ഇത്
ഇച്ചിരി തണുക്കണം. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു മഹദിമുക്കുട്ടി വന്ന ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടാണ് മഹദിക്കുട്ടി കൊടുക്കാൻ. ഇതിൽ ഞാൻ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കൊക്ക ഒന്നിങ്ങനെ പറന്നു വരുന്നത് കണ്ടോ, ചെറുതായിട്ടേ കാണത്തില്ല കേട്ടോ, ഭയങ്കര സ്പീഡിൽ പറന്നു പോകും. അപ്പോൾ വൈകുന്നേരം ചേച്ചി അനിയത്തി അങ്ങ് ഒരുക്കും കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 6:30 കേട്ടോ. അപ്പോൾ പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുക കേട്ടോ. ഇഷ്ടംപോലെ കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡൊക്കെ ആണെങ്കിൽ ഒരുപാട് കൊക്കൊക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30. അപ്പോൾ എനിക്കിനി വിളക്ക് കത്തിക്കണം. പിന്നെ മഹദിക്കുട്ടിക്ക് നല്ല എക്സാം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.